നമസ്കാരം. മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി കഴിഞ്ഞ ദിവസം വയനാടിൽ ഈ കേരള സർക്കാർ നിർമ്മിക്കുന്നു എന്ന് പറയപ്പെടുന്ന, കേരള സർക്കാരാണ് മേൽനോട്ടം ചെയ്യുന്നതെങ്കിലും ജനങ്ങൾ കൊടുത്ത പണം ഉപയോഗിച്ചാണ് അവിടെ ഒരു ടൗൺഷിപ്പ് പണിതുകൊണ്ടിരിക്കുന്നത്. അത് കാണാൻ വേണ്ടി കഴിഞ്ഞ ദിവസം മമ്മൂട്ടി അവിടെ പോയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അവിടുത്തെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി കുറേ സമയം ഒട്ടി ഉണ്ടായിരുന്നു. അവസാനം അദ്ദേഹത്തിന് അതിലെന്തോ അസ്വസ്ഥത തോന്നിയിട്ടാവാം അദ്ദേഹത്തിനൊടുവിൽ പറയേണ്ടി വന്നു, എന്തിനാണ് നിങ്ങൾ എൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കുന്നത്? ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ജനങ്ങൾക്ക് തോന്നില്ലേ? അതിനാൽ അങ്ങനെ വേണ്ട എന്ന തരത്തിലൊരു പരാമർശം നടത്തുകയുണ്ടായി. ഇത് ഒതുക്കത്തിൽ രഹസ്യമായിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാണ് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച്, ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് പരസ്യമായിട്ട് പറഞ്ഞത് എന്ന് സൈബർ അണികൾ, അതായത് CPMൻ്റെ സൈബർ അണികളും മറ്റുമൊക്കെ ആ സമയം തൊട്ട് ചോദിക്കുന്നുണ്ട്. അതായത് രഹസ്യമായിട്ട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, അല്ലെങ്കിൽ അയാൾ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അയാളോട് പറയാമായിരുന്നു, ഞാൻ പൊക്കോളാം, നിങ്ങൾ വരണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒതുക്കത്തിൽ പറഞ്ഞ് വിടേണ്ട കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞത് പാർട്ടിക്കും പിണറായി സർക്കാരിനുമൊക്കെ വലിയ ക്ഷീണമായിട്ടുണ്ട്. പ്രത്യേകിച്ചും കൈരളിയുടെ ചെയർമാനൊക്കെ ആയിരിക്കുന്ന മമ്മൂട്ടി, ഇടത് സഹയാത്രികനായിരിക്കുന്ന മമ്മൂട്ടി ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന തരത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് വേണ്ടിയിട്ടും കമ്മ്യൂണിക്ക് വേണ്ടിയിട്ടും സ്ഥിരമായിട്ട് യൂട്യൂബ് വീഡിയോയും മറ്റുമൊക്കെ ചെയ്യുന്ന, അങ്ങ് കാനഡയിൽ ഇരുന്ന് വീഡിയോ ഒക്കെ ചെയ്യുന്ന ചില അമ്മായിമാർ വരെ കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയെ നിശിതമായിട്ട് വിമർശിക്കുന്നതൊക്കെ കണ്ടു. അപ്പോഴേ മമ്മൂട്ടിക്ക് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ കഠിനമായിരിക്കുമെന്ന കാര്യം ഏകദേശം ഉറപ്പായിരുന്നു. അത് അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇതുവരെ ഇല്ലാത്ത ഒരു പരാതി മമ്മൂട്ടിക്കെതിരെ ഇപ്പോൾ അദ്ദേഹത്തിന് അയൽക്കാരൻ പരാതി നൽകിയിരിക്കുകയാണ്. അതിന് കാരണം അദ്ദേഹം കക്കൂസ് മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുക്കി വിട്ടു എന്നൊരു പരാതിയാണ്. ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഇത് തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു പരാതിയായിരിക്കുന്നു. കാരണം ഇത്രയും കാലം മമ്മൂട്ടി അവർക്ക് തേനും പാലും പൊന്നും ഒക്കെയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം ഒരു നിഷ്പക്ഷമായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ വേണ്ടി അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം കണ്ടെത്തിയ ഒരു കുറ്റമായിരിക്കണം ഇത്. അദ്ദേഹത്തിൻ്റെ കുടുംബം അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് കക്കൂസ് മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുക്കി വിടുന്നു എന്ന തരത്തിലൊരു പരാതി പോയിരിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടാവും എന്ന കാര്യം ഉറപ്പാണ്. അദ്ദേഹം ഇടത് പാളയത്തിലായിരുന്ന സമയത്ത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകൾ വിശ്വസിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് കുറ്റവും കുറവുണ്ടായിരുന്നെങ്കിലും അവർ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹത്തിന് ഇങ്ങനെ പറയേണ്ടി വന്നു, ടൗൺഷിപ്പ് പണിയുന്നത് എല്ലാവരുടെയും പണത്തിൽ നിന്നാണ്, എല്ലാ സന്മനസ്സുള്ള ആളുകളും നൽകിയ പണം കൊണ്ടുള്ള ഇത് ജനകീയ സംരംഭമാണ് എന്ന തരത്തിൽ പറയുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് പിണറായി സർക്കാർ പല രീതിയിൽ സർക്കാർ പണം ഉപയോഗിച്ച് തന്നെ PR വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മമ്മൂട്ടിയെ പോലെ ഒരാൾ ഇങ്ങനെ പരസ്യമായിട്ട് പറയുന്നത്. മാത്രമല്ല അതിനു മുമ്പ് അവിടുത്തെ ജില്ലാ സെക്രട്ടറിനെ, CPMൻ്റെ ജില്ലാ സെക്രട്ടറിയെ അദ്ദേഹം തൻ്റെ അടുത്ത് നിന്ന് ഓടിച്ചുവിടുന്ന ഒരു കാഴ്ചയും കൂടെ കണ്ടതും പരസ്യമായിട്ട് തന്നെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ചെയ്തത്. ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈരളിയുടെ ചെയർമാൻ ആണെങ്കിൽ കൂടിയും, ഇടതുപക്ഷക്കാരനാണ് എങ്കിൽ കൂടിയും അദ്ദേഹത്തിനെതിരെ അവർ ഒന്നടങ്കം തിരിച്ചിരിക്കുന്ന കാഴ്ചയാണ്. അതിൽ മതവ്യത്യാസമില്ലാതെ പാർട്ടിക്കാരെല്ലാവരും കൂടി, അദ്ദേഹം മുസ്ലിമാണ്, എല്ലാവർക്കും അറിയാവുന്ന മുസ്ലിമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം തൊട്ട് നമ്മൾ കാണുന്ന കാഴ്ച മുസ്ലിം നാമധാരികളും അദ്ദേഹത്തിനെ അസഭ്യവർഷം നടത്തുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അക്കൂട്ടത്തിലാണിപ്പോൾ സൈബർ പോരാളികൾ അടക്കമുള്ളവർ മമ്മൂട്ടി എന്ന നടനെതിരെ, വ്യക്തിഹത്യ ചെയ്യുന്നു. ഇപ്പോൾ എന്താ ഒരു പുതിയ കേസ് കൊണ്ട് കൊടുത്തിരിക്കുന്നു. അദ്ദേഹം ചെയ്ത തെറ്റ്, ഈ ഒരു കേസിൽ, ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ചെയ്ത കുറ്റം ആയിട്ട് അവർ ആരോപിക്കപ്പെടുന്നത് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അത് പരസ്യമായിട്ട് പറയാൻ പാടില്ലായിരുന്നു, രഹസ്യമായിട്ട് കാതിൽ പറഞ്ഞ് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞത് സർക്കാരിനെ തന്നെ അവമതിപ്പുണ്ടാക്കുന്ന ഒരു പെരുമാറ്റമായി പോയി. അത് മമ്മൂട്ടിയല്ല, ആരാണെങ്കിലും അത് ശരിയല്ല എന്ന തരത്തിലാണ്. പിന്നെ കുറേ ആളുകൾ പറയുന്നുണ്ട്, ഇയാൾ ആര്, നടനാണ്, വെറും നടൻ, അപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകൻ, ആളുകൾ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവരെയൊക്കെയാണ് കാണേണ്ടത്, അല്ലാതെ നടന്മാരൊന്നും വരില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ നേതാവ് ഇങ്ങനെ ഒട്ടി നിൽക്കേണ്ട കാര്യം ഒന്നുമില്ലായിരുന്നു. ആരാധന ഉണ്ടെങ്കിൽ അതാവാം, പക്ഷേ ഇങ്ങനെയുള്ള സമയത്തല്ല. അപ്പോൾ അയാളുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന തരത്തിൽ വാദിക്കുന്നവരുണ്ട്. എന്തിനാണ് അയാൾ ഇങ്ങനെ ഈ പൊക്കി പിടിച്ചുകൊണ്ട് പോയത് എന്ന തരത്തിലും പറയുന്ന കൂട്ടരുണ്ട്. പക്ഷേ അതിനെല്ലാം കൂടെ നോക്കിയാലും മമ്മൂട്ടി എന്ന നടനെതിരെ, ആ വ്യക്തിക്കെതിരെ ഇത്ര കാലവും അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടർ ഒന്നടക്കം തിരിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ആ വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ കൂടെ ബാധിക്കുന്ന തരത്തിൽ അവർ കക്കൂസ് മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുക്കുന്നു എന്ന ഒരു പരാതി കൂടി അതിപ്പോൾ മാധ്യമ വാർത്തയായി കൂടി വന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതി അദ്ദേഹത്തിനെതിരെ ഉണ്ടാവുമെന്ന കാര്യം ഇതോടുകൂടി ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്.